സ്നൂക്കർ ടേബിൾ പ്ലേ ഗ്രൗണ്ട് ആക്കാൻ പറ്റുമോ? എന്നാ പറ്റും. ആർക്കും പറ്റും. ദേ ഇവന് പറ്റും. നമ്മുടെ വട്ടവടയിലെ അവസാന ദിവസം ഈ സ്നൂക്കർ ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? നല്ലൊരു അടിപൊളി ദിവസത്തെ സ്റ്റേക്കേഷന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ക്യാമ്പൻ ഓയിലിനോട് വിട പറഞ്ഞ് മൂന്നാറിൻ്റെ കാഴ്ചയിലേക്കുള്ള യാത്രയാണിനി. ഡോറ ബുച്ചി കാർട്ടൂണിലൊക്കെ സ്ട്രോബെറി കുന്നിലേക്ക് പോകാം എന്ന് പറയുന്നത് കേൾക്കുന്നതല്ലാതെ ആദ്യമായാണ് ഞാനൊരു സ്ട്രോബെറി തോട്ടം കാണുന്നത്. ഇവിടുത്തെ സ്ട്രോബെറീസിന് നല്ല മധുരമാണ്, അതുകൊണ്ട് തന്നെ ഡിമാൻഡും കൂടുതലാണ്. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള നടത്തം അതൊരു വല്ലാത്ത നടത്തമായിപ്പോയി. ഇനി എക്കോ പോയിന്റ് ലക്ഷ്യമാക്കിയുള്ള ഓട്ടമാണ്. ഈ യാത്രക്കിടയിലെ വഴിക്കാഴ്ചകൾക്ക് ഭംഗിയേറെയായിരുന്നേ. ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് തരുന്ന കൗതുകത്തേക്കാൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണിലും ചുണ്ടിലും ഈ കാഴ്ചകൾ സമ്മാനിച്ച അതിശയവും സന്തോഷവും കാണാനായിരുന്നു ഞങ്ങൾക്കേറെ കൗതുകം. ഈ എക്കോ പോയിന്റിലേക്ക് തന്നെ പോകാനൊരുങ്ങുന്നത് എന്താണെന്നോ? ഇവിടെ ചെന്ന് ആരെയും മൈൻഡാക്കാതെ ഉച്ചത്തിൽ രണ്ട് കൂവും കൂവി അലറി വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം മൂന്നാറിൽ വേറെ എവിടെയും കിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ ശബ്ദമൊക്കെ ഈ മലയിലും പച്ചപ്പിലും തട്ടി തിരിച്ച് കാതിലെത്തുന്നത് കേൾക്കാനും ഒരു രസമല്ലേ. ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സിന് ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട്. തിരിച്ചുള്ള യാത്രയിൽ മഴയായിരുന്നു കൂട്ട്. കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേ ഒരുമിച്ച് വന്ന് ആസ്വദിച്ച സ്ഥലങ്ങളും കണ്ടുമറന്ന കാഴ്ചകളുമാണ് ഇതൊക്കെയെങ്കിലും കുഞ്ഞുണ്ടായ ശേഷം അവനുമായി ഇതൊക്കെ വന്ന് കാണുമ്പോൾ ആദ്യമായി കാണുന്ന പുതുമ നിറഞ്ഞ കാഴ്ചകളായി തോന്നും. എല്ലാത്തിനോടും പുതിയൊരു ആസ്വാദനം പോലെ, ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ ഫേസിൽ കൂടിയുള്ള യാത്ര പോലെ.